ഹായ് എവരി വൺ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഓൾറെഡി ബേസിക് സയൻസ് എക്സാമിന് വേണ്ടി നല്ല രൂപത്തിൽ പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസും കുറച്ച് രീതികളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബയോളജി പാർട്ടിലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ചാനലിൽ തന്നെ കാണാൻ പറ്റും. അതുകൂടി കണ്ട് നിങ്ങൾ നിർബന്ധമായും പഠിച്ച് മനസ്സിലാക്കി തന്നെ പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൽ എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങണം, ഫുൾ മാർക്സ് വാങ്ങണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ? ആ ആഗ്രഹത്തിന് വേണ്ട ഒരു ടിപ്പ് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. നിങ്ങൾ ഓൾറെഡി ബേസിക് സയൻസ് ഒക്കെ ഏകദേശം പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു, ഓക്കെ, പഠിച്ചു കഴിഞ്ഞു അല്ലേ? അങ്ങനെയാണോ? അതല്ല, നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ ഏറ്റവും അവസാനം കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ എഴുതി തന്നെ നോക്കണം. ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങളൊരു ബ്ലാങ്ക് പേപ്പർ അല്ലെങ്കിൽ ഒരു റഫ് ബുക്ക് എടുത്തിട്ട് ആ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ എഴുതി നോക്കുക. അപ്പോൾ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക, ഇങ്ങനെയൊക്കെ എഴുതണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എഴുതാൻ കിട്ടൂല. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക. അത് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ചാപ്റ്റർ പഠിക്കും, ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ വേറെ ചില ആൾക്കാരുണ്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ വായിച്ചു നോക്കും, ഇതൊക്കെ എനിക്ക് അറിയുന്നതാണ് പോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയല്ല, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും എഴുതുക, അതിൻ്റെ ആൻസറും എഴുതി തന്നെ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അങ്ങനെ എഴുതി പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ഒരു 95% മാർക്ക് ഉറപ്പാണ്. റൈറ്റ്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ എന്തായാലും ചെയ്യുക. അപ്പോൾ അതാണ് ആദ്യം പറയാനുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ, അല്ലെങ്കിൽ അവൾ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അതിന്ന് ചെറിയ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും പൊതുവേ വരിക, എക്സാമിന് വരിക. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും നിർബന്ധമായും ചെയ്യണം. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ, പല രൂപത്തിൽ ക്വസ്റ്റ്യൻസ് വരും. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ വരൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ പഠിച്ചത് ചിലപ്പോൾ അന്നപൂർണ്ണ എന്താണ്, അല്ലെങ്കിൽ അന്നപൂർണ്ണ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി എന്താണ് എന്ന് നല്ല ചോദ്യം വരിക. നമ്മൾ ഇനി അടുത്തൊരു ചോദ്യം, നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഓരോന്നോരോന്നായി ഇപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ABC എന്ന് പറഞ്ഞിട്ട് ഓരോ നോക്കാം. എക്സാമിൻ ദ ടേബിൾ ഇൻഡിക്കേറ്റിംഗ് ദ പെക്യൂരിയാരിറ്റീസ് ഓഫ് 2 വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്. 2 പ്ലാന്റ്സിൻ്റെ വെറൈറ്റിൻ്റെ പെക്യൂരിയാരിറ്റി കൊടുത്തിട്ടുണ്ട്. ലോ ഈൽഡ്, ഒന്നാമത്തെ വെറൈറ്റി ആണെങ്കിൽ ലോ ഈൽഡ്, ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിൽ, ലോങ് ലൈഫ് സ്പാൻ, നീഡ്ലെസ് നേച്ചറിങ്. ഇത് നമ്മൾ പഠിച്ചു. ഓക്കെ, വെറൈറ്റി 2 ഹൈ ഈൽഡ് ആണ്, പുവർ ഗ്രോത്ത് ഇൻ അവർ സോയിലാണ്, ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്, നീഡ് മോർ നേച്ചറിങ് ആണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വിച്ച് വെറൈറ്റി ക്യാൻ ബി സെലക്ടഡ് ആസ് സ്റ്റോക്ക് ആൻഡ് വിച്ച് ആസ് സിയോൺ ടു പ്രൊഡ്യൂസ് ഗുഡ് സാപ്ലിംഗ്. നമ്മൾ ഈ പറഞ്ഞ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഏതാണ് സ്റ്റോക്ക് ആയിട്ട് എടുക്കുക, ഏതാണ് സിയോൺ എടുക്കുക, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ചോദ്യം വരും. അപ്പോൾ എന്താണ് സ്റ്റോക്ക്, എന്താണ് സിയോൺ, ഏതാണ് സ്റ്റോക്ക് ആക്കുക, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നമ്മളെ ആൻസർ എഴുതിയെന്ന് വരും. പക്ഷേ ഇങ്ങനെ ചോദിക്കാം, 2 വെറൈറ്റി എന്നിട്ട് അതിലേത് സ്റ്റോക്ക് ആക്കും, അതിലേത് സിയോൺ ആക്കും. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരികയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ ഏത് വെറൈറ്റി, ഫസ്റ്റ് വെറൈറ്റി ആണോ സെക്കൻഡ് വെറൈറ്റി ആണോ നിങ്ങൾ സ്റ്റോക്ക് ആക്കുക, ഏതാണ് സിയോൺ ആക്കുക എന്ന് എഴുതുക. അതിൻ്റെ റീസണും കൂടി എഴുതുക. ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് ആ സംഭവം കത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിക്കും വായിച്ചു നോക്കാം. ലോ ഈൽഡാണ് വെറൈറ്റി 1, ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിലാണ്, ലോങ് ലൈഫ്